വെൽക്കം ബാക്ക് എവരിവൺ. എല്ലാവർക്കും agridന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് കാലിക്കറ്റ് ടാറ്റയുടെ റൊട്ടാന മോട്ടോഴ്സ് എന്ന ഷോറൂമിലാണ്. ഇന്നിവിടെ വന്നിട്ടുള്ളത് ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ടിയാഗോയുടെ NRG വേരിയൻ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ടാറ്റയുടെ യൂസേഴ്സിന് അറിയാൻ പറ്റും, ടിയാഗോ NRG എന്ന് പറയുന്നത് ആക്ച്വലി 2021 ഇറങ്ങിയ ഒരു വേരിയൻ്റ് അല്ല. 2018 ടിയാഗോയുടെ BS4 മോഡൽ NRG വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 2020 വന്ന ഫേസ് ലിഫ്റ്റോട് കൂടിയിട്ടുള്ള NRG വേരിയൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഇന്ന് ഈ വേരിയൻറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ടിയാഗോയുടെ ഒരു ക്രോസ് ഓവർ വേരിയൻ്റ് ആണ് NRG എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയിൽ ഡ്യുവൽ ടോൺ മസ്കുലർ ബമ്പർ തന്നെയാണ് വണ്ടിയിൽ എടുത്തു നിൽക്കുന്നത്. ബമ്പറിന്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് സിൽവർ കളറിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റും നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നും തുടങ്ങി ബോഡി ക്ലാഡിംഗ് വണ്ടിയുടെ ചുറ്റും നൽകിയിരിക്കുന്നത് കാണാം. ഒരു ഓഫ് റോഡർ ലുക്ക് ഈ ഒരു ഫ്രണ്ട് ബമ്പറിന് തരാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതേപോലെ നമുക്കിവിടെ താഴെയായിട്ട് ഫോഗ് ലാംപ്സും നൽകിയിരിക്കുന്നത് കാണാം. നോർമൽ ടിയാഗോയുടെ ഫുൾ ഓപ്ഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രില്ലിന്റെ കളർ സ്കീമിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ നിന്നും മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ട്രൈ ആരോ ഡിസൈൻ ഗ്രില്ലാണ് NRGക്ക് നൽകിയിട്ടുള്ളത്. സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള 15 ഇഞ്ച് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് നമുക്കിവിടെ കാണാം. ഇത് ആക്ച്വലി അലോയ് വീൽ അല്ല, അലോയ് വീലിന്റെ അതേ ലുക്ക് വരുന്ന സ്റ്റീൽ വീൽസ് ആണ്. പക്ഷേ ടിയാഗോ ഫുൾ ഓപ്ഷൻ വേരിയന്റിൽ വരുന്ന സെയിം 15 ഇഞ്ച് റേഡിയൽ ടയർസ് തന്നെയാണ് NRGക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ നിന്നും തുടങ്ങുന്ന സമയത്ത് ബോഡി ക്ലാഡിംഗ് നമുക്കിവിടെ വണ്ടിയുടെ ചുറ്റും കാണാം. പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന വീൽ ആർച്ചസും സൈഡ് ക്ലാഡിങ്ങും വണ്ടിയുടെ ടോട്ടൽ സൈസിൽ തന്നെ മാറ്റമുള്ളതായിട്ട് തോന്നിക്കുന്നുണ്ട്. NRGയുടെ പേര് പോലെ തന്നെ ഒരു സെമി ഓഫ് റോഡിന് പറ്റുന്ന രീതിയിൽ സസ്പെൻഷൻ നോർമൽ ടിയാഗോയിൽ നിന്നും റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിലും മാറ്റമുള്ളതായിട്ട് കാണാം. 170 mm നിന്നും 181 mm NRGയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ടെയിൽ ഡോറിലേക്ക് നോക്കുമ്പോൾ സെൻട്രലായി നമുക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ബോഡി ക്ലാഡിംഗ് കാണാം. ടിയാഗോയുടെ ബ്രാൻഡ് നെയിമിങ്ങും വേരിയന്റ് നെയിമിങ്ങും ഈ ക്ലാഡിങ്ങിന് മുകളിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ബമ്പറിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ റിയർ ബമ്പറിലും ഡ്യുവൽ ടോൺ ക്ലാഡിംഗ് കാണാം. ഏറ്റവും താഴെ ഭാഗത്തായിട്ട് സിൽവർ കളറിലുള്ള സ്കിഡ് പ്ലേറ്റും നൽകിയിട്ടുണ്ട്. ടിയാഗോ NRGയുടെ ട്രങ്ക് ഡോർ ഓപ്പണിംഗ് സ്വിച്ച് ഇലക്ട്രിക് ആണ് കൊടുത്തിട്ടുള്ളത്. തൊട്ടു മുകളിലായിട്ട് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും നൽകിയിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ ടിയാഗോയിൽ ഉള്ളതുപോലെ തന്നെ റിയർ വൈപ്പർ ആൻഡ് ഡീഫോഗർ NRG വേരിയന്റിൽ നൽകിയിട്ടുണ്ട്. ഇനി ടെയിൽ ലാമ്പിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ടിയാഗോയിൽ വരുന്ന ബൂമറാൻ ഷേപ്പിലുള്ള ടെയിൽ ലാമ്പ് തന്നെയാണ് NRG വേരിയന്റിലും നൽകിയിട്ടുള്ളത്. അതേപോലെ ടെയിൽ ഡോറിനോട് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന റിയർ സ്പോയിലറും നമുക്കിവിടെ കാണാം. NRGയുടെ സി പില്ലറിൽ നിന്നും ടെയിൽ ഡോർ വരെ ബ്ലാക്ക് കളറിലുള്ള സ്റ്റിക്കർ റാപ്പിംഗ് നൽകിയിരിക്കുന്നത് കാണാം. ഈ ഒരു റാപ്പിംഗ് B പില്ലറിലും A പില്ലറിലും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ റൂഫും ബോഡിയും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി റൂഫിലേക്ക് നോക്കുമ്പോൾ ബോഡിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഫ്ലോട്ടിംഗ് റൂഫ് റെയിൽസും ബ്ലാക്ക് കോൺട്രാസ്റ്റ് റൂഫും കാണാം. ഇൻഫിനിറ്റി ബ്ലാക്ക് റൂഫ് എന്നാണ് ടാറ്റ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. NRGയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ബ്ലാക്ക് കോൺട്രാസ്റ്റ് റൂഫോട് കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. 4 കളർ ഓപ്ഷനിലാണ് ടിയാഗോ NRG അവൈലബിൾ ആയിട്ടുള്ളത്. ഫയർ റെഡ്, ക്ലൗഡി ഗ്രേ, സ്നോ വൈറ്റ് ആൻഡ് ഫോറസ്റ്റ് ഗ്രീൻ. ഇതിലെ ഗ്രീൻ കളർ ടിയാഗോയിൽ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കളറാണ്. ടാറ്റ നെക്സോണിലും ഹാരിയർ കാമോ എഡീഷനിലൊക്കെ വന്നിരുന്ന സെയിം ഗ്രീൻ കളർ തന്നെയാണിത്. പുതിയതായി NRGയിലേക്ക് വന്ന മറ്റൊരു ഫീച്ചറാണ് പാസീവ് എൻട്രി പുഷ് സ്റ്റാർട്ട് സിസ്റ്റം. ഇതിൽ നമുക്ക് വെഹിക്കിൾ ലോക്ക് അൺലോക്ക് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ആണ് വരുന്നത്. കീയിലെ മറ്റൊരു ഫീച്ചർ എന്നത് ഫോളോ മീ ഹോം ഹെഡ് ലാംപ്സ് ആണ്. വെഹിക്കിൾ ലോക്ക് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും റിമോട്ടിലെ ഹെഡ് ലാമ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് 30 സെക്കൻഡ് മുതൽ 90 സെക്കൻഡ് വരെ ആക്റ്റീവ് ആവും. രാത്രി സമയങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാനും മറ്റൊക്കെ ഈ ഒരു ഫീച്ചർ ഉപകാരപ്പെടും. കീലെസ് എൻട്രി ആയതുകൊണ്ട് തന്നെ ഡ്രൈവർ ഡോർ ഹാൻഡിലിന് മുകളിലായിട്ട് പാസീവ് എൻട്രിയുടെ ഒരു സെൻസർ സ്വിച്ച് നൽകിയിരിക്കുന്നത് കാണാം. റിമോട്ട് കീയിലെ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യാതെ തന്നെ വെഹിക്കിൾ ലോക്ക് ഓർ അൺലോക്ക് ചെയ്യാൻ ഈ സ്വിച്ച് വഴി സാധിക്കും. റിമോട്ട് കീ വണ്ടിയുടെ 1 മീറ്റർ പരിധിയിൽ ഉണ്ടായാൽ മാത്രം മതി. ഇനി വണ്ടിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നോർമൽ ടിയാഗോയുടെ ഡ്യുവൽ ടോൺ ഇന്റീരിയർ കളറിൽ നിന്നും സിംഗിൾ ടോൺ ചാർക്കോൾ ബ്ലാക്ക് കളറിലേക്ക് മാറി എന്നതാണ് ആദ്യം എടുത്തു പറയാനുള്ളത്. ചാർക്കോൾ ബ്ലാക്ക് കളറിലുള്ള ഡോർ പാഡും ഡാഷ്ബോർഡും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ കോർണറിൽ വരുന്ന AC വെന്റിന്റെ ചുറ്റും ബോഡി കളർ ഫിനിഷിംഗ് നൽകിയിരിക്കുന്നതും കാണാം. സീറ്റിന്റെ കാര്യത്തിലും സെയിം ഫാബ്രിക് മെറ്റീരിയൽ ആണെങ്കിലും സ്റ്റിച്ചിന്റെ ഡിസൈൻ പാറ്റേണിൽ മാറ്റം വരുത്തിയതായിട്ട് കാണാം. നോർമൽ ടിയാഗോയിൽ നമുക്കിവിടെ ഒരു ട്രൈ ആരോ ഡിസൈൻ പാറ്റേൺ ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് NRGക്കും നൽകിയിട്ടുള്ളത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗോട് കൂടിയ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗും ഒപ്പം സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ ആൻഡ് ഫോൺ കൺട്രോൾ സ്വിച്ചസും ഇവിടെ നമുക്ക് കാണാം. ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് നൽകിയിട്ടുള്ളത്.
ഇനി സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫുൾ ഓപ്ഷനിലൊക്കെ വരുന്ന സെയിം 7 ഇഞ്ച് ഹർമന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് ഇവിടെ കാണാം. താഴെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന AC-യുടെയും ബ്ലോവറിന്റെയും കൺട്രോൾ സ്വിച്ചസും കാണാം. ആക്ച്വലി ടിയാഗോ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് മാനുവൽ AC ആണ് നൽകിയിട്ടുള്ളത്. ഗിയർ നോബിന്റെ താഴെയായും ബോഡി കളർ ഫിനിഷിംഗ് നൽകിയിരിക്കുന്നത് കാണാം. തൊട്ടു പിറകിലായി 2 ചെറിയ കപ്പ് ഹോൾഡേഴ്സും നൽകിയിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ താഴെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, സെൻട്രൽ ലോക്കിന്റെ ബട്ടൺ, റിയർ ഡീഫോഗറിന്റെ ബട്ടൺ, ഫോഗ് ലാമ്പിന്റെ ബട്ടൺ എന്നിങ്ങനെ കാണാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു അഡീഷണൽ ഫീച്ചറായി നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് NRGയിൽ നൽകിയിട്ടുള്ളത്. ടിയാഗോ സീരീസിൽ ആദ്യമായിട്ടാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ടും അതേപോലെ തന്നെ പാസീവ് എൻട്രിയും വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അതേപോലെ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ചെറിയൊരു ടാബ്ലറ്റ് ട്രേയും നൽകിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോർ പാഡിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും ആംറസ്റ്റും ഒക്കെ റിയർ ഡോർ പാഡിലും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് വരുന്ന റിയർ സീറ്റും പുറകിലിരിക്കുന്നവർക്ക് നീറൂമിന് ആവശ്യമായ ഫ്രണ്ട് സീറ്റിന്റെ ഡിസൈനും ഒക്കെ നല്ലൊരു കംഫർട്ട് റൈഡ് ടിയാഗോയിൽ നിന്ന് തരാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സെൻട്രലായിട്ട് നമുക്കൊരു ചെറിയ ബോട്ടിൽ ഹോൾഡറും നൽകിയിരിക്കുന്നത് കാണാം. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 249 ലിറ്റർ ബൂട്ട് സ്റ്റോറേജ് ആണ് NRGക്ക് നൽകിയിട്ടുള്ളത്. മുകളിലായി നമുക്കൊരു റിമൂവബിൾ പാർസൽ ട്രേയും കാണാം. 2 സൈഡിലായി 3 കിലോ വരെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന 2 ഹുക്കും നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വണ്ടിയുടെ ടൂൾസും ഏറ്റവും താഴെയായിട്ട് സ്പെയർ വീലും കാണാം. സ്പെയർ വീല് 13 ഇഞ്ചാണ് വരുന്നത്. ഇപ്പോഴത്തെ ടിയാഗോ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് NRGയിൽ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കൂടെ ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്നുണ്ട്. വണ്ടിയുടെ എഞ്ചിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴും നോർമൽ ടിയാഗോയിൽ വരുന്ന 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ തന്നെയാണ് NRGയിലും നൽകിയിട്ടുള്ളത്. ഈ ഒരു എഞ്ചിൻ 86 PS പവറും 113 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടിയാഗോ NRG വേരിയന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഈ വാഹനത്തെക്കുറിച്ചുള്ള പ്രൈസ് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ ഞാനിപ്പോൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള മറ്റുള്ള ഡീറ്റെയിൽസും ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടന്റുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരേക്കും ദിസ് ഈസ് അർജുൻ സൈനിങ് ഓഫ്.